ഓ ജസ്റ്റ് മിസ്സിങ് ആ കറക്റ്റ് ആ ഒരു സമയത്ത് ഡ്രൈവർ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ആ സൈഡ് ലെഫ്റ്റ് സൈഡ് ഇറക്കിയിട്ടില്ലെങ്കിലും പിന്നെ ചെക്കനെ കാര്യം ഡ്രൈവറെ ആ കണക്കൂട്ടൽ ശരിയായതുകൊണ്ടല്ല ചെക്കന് ജീവിക്കാൻ ഇനിയും കുറച്ചൊരു ആയുസ് കിട്ടി. ഇതിൽ ആ ഡ്രൈവർ ബ്ലോക്ക് കാസർഗോഡ് നിന്ന് വരുന്ന ട്രിപ്പായിരുന്നു, കണ്ണൂരേക്ക് വരുന്ന ട്രിപ്പായിരുന്നു. 3:30 കാസർഗോഡ് നിന്ന് വിടും. ആ വരുന്ന സമയത്ത് പൊയിനാച്ചിക്ക് ബസ് സ്റ്റോപ്പിൻ്റെ ജസ്റ്റ് 2 മീറ്റർ വ്യത്യാസത്തിലാണ് സംഗതി നടന്നത്. അപ്പോൾ അവൻ തന്നെ എന്നോട് സത്യം പറഞ്ഞു, മൊബൈലിലുണ്ടായിരുന്നു, ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ മൊബൈൽ കയറ്റി വെച്ചിട്ട് സംസാരിക്കുന്നതായിട്ടാണ് ഓൻ തന്നെ പറഞ്ഞത്. അത് ദയവ് ചെയ്ത് ഡ്രൈവിങ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. ഇനിയിപ്പോൾ അത്യാവശ്യമുള്ള കോള് വരികയാണെങ്കിൽ നിങ്ങൾ സൈഡാക്കിയിട്ട് സംസാരിച്ചോ. എന്നിട്ടും അവൻ്റെ കാലിൻ്റെ ഒരു ജസ്റ്റ് വ്യത്യാസത്തിൽ മാത്രമാണ് വണ്ടി നിന്നത്. ഞാൻ തന്നെ പാളിപ്പോൾ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഗതിയാണ് ഇത്രയും കൊല്ലം ബസ് ഓട്ടാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഒരു ബൈക്കിന് തട്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കുന്നത്. അത് വല്ലാത്തൊരു മനസ്സിൽ ഷോക്കാണ്. അന്ന് രാത്രി തന്നെ അവനെ വിളിക്കുകയും അവനെ ഫോൺ വിളിച്ചു. അവൻ അന്നേരം തന്നെ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഒന്നും പറ്റിയില്ല, ചെറിയ മുട്ടിന് ചെറുങ്ങനെ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞു. അത് കാലൊക്കെ നിർത്തപ്പോൾ പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല. എന്നിട്ട് അവൻ്റെ ഫോൺ നമ്പർ വാങ്ങി നമ്മൾ കൈയോടെ കണ്ണൂരേക്ക് ട്രിപ്പ് വരികയും ചെയ്യുന്നു. എന്നിട്ട് രാത്രി അവൻ്റെ ഫോണിലേക്ക് നമ്മൾ വിളിച്ചു. അപ്പം പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ചേട്ടാ, എനിക്ക് ഒരു ജീവൻ തിരിച്ചു കിട്ടിയല്ല, ഞാനിപ്പം അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും പ്രശ്നമില്ല. സ്റ്റെയറിങ്ങിൽ പ്രാർത്ഥിച്ചിട്ടേ വണ്ടി എടുക്കുകയുള്ളൂ. എല്ലാവരും വന്നപാടങ്ങ് സ്റ്റാർട്ടാക്കി അങ്ങ് പോകുന്ന ഏർപ്പാടൊന്നുമില്ല. വന്ന് ദൈവത്തിന് മാലയൊക്കെ ചാർത്തി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ വണ്ടി എടുക്കുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിൻ്റെ ഭയങ്കര ഈശ്വര വിശ്വാസം, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ട് ആ സമയത്ത് തോന്നലല്ലേ പെട്ടെന്ന് നമ്മൾ ഡ്രൈവർ എന്നുള്ള മീനിങ് തന്നെ എല്ലാം സഡനായിട്ട് വർക്ക് ചെയ്യണമല്ലോ. നമ്മളെ എല്ലാ കാര്യങ്ങളും സഡനായിട്ട് കാതും കണ്ണും കാലും എല്ലാം ഒരുപോലെ വർക്ക് ചെയ്യേണ്ട ഒരു ഇതാണ്. അതിനെ ഒരു 80% ചെയ്യാൻ ശ്രമിക്കലുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കും. നമ്മളിൽ ഒരു അപകടമൊക്കെ പറ്റുമ്പോൾ ആദ്യം നാട്ടുകാരായാലും ബസ്സിനേറെ അതാണ് ഒരു ഇത് പ്രശ്നം. കാരണം വെച്ചാൽ ഞാനിങ്ങനെ പെരിയാട്ടടക്കം ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൊയിനാച്ചിൻ്റെ ഒരു 3 ബസ് സ്റ്റോപ്പ് പുറകിലായിട്ട് വരും. ആ സ്ഥലത്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ആളിങ്ങനെ വണ്ടിയിലേക്ക് കയറി വരും. അപ്പം വലത്തു ഭാഗത്ത് ടേന്ന് പറഞ്ഞ ഒച്ചയാവും. അപ്പം മുമ്പിൽ വലത്തു ഭാഗത്തൊരു ബൈക്ക് പോകുന്നതിന് ആ കാറ് അടിച്ചങ്ങ് തെറിപ്പിച്ചിട്ട് ബൈക്കാരൻ അങ്ങനെ തെറിച്ച് പോവുക. തെറിച്ച് പോയിട്ട് കാർ അവിടെ സൈഡാക്കിയിട്ട് അയാളെ കൂളായിട്ട് വന്നിട്ട് വർത്താനം പറയാം. ഞാൻ അപ്പം തന്നെ നാട്ടുകാരോട് പറഞ്ഞു, ഇതിപ്പോൾ ഒരു ബസ്സാ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മെൻറ്റാലിറ്റി എന്തായിരിക്കും? ആ 2 തരം നീതി, ആര് തെറ്റ് ചെയ്താലും തെറ്റാരാന്ന് ശരിയാതാവാത്ത നിൽക്കണം. അവർക്ക് കൂളായിട്ട് ഇറങ്ങി. പക്ഷെ നമ്മളങ്ങ് ബസ് വിട്ടിട്ട് ഓടേണ്ടി വരും. ആ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 99 ആൾക്കാരും അതേ രീതിയിൽ കാണാൻ പാടില്ല. അതിപ്പോൾ ഏത് മേഖല നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും സെയിം ഒരു വിഷയങ്ങളുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് കുറഞ്ഞ സമയമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് വലുതായിട്ടുള്ള പിന്നെ ടാർഗറ്റ് ഉണ്ടാവും. ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചും നമ്മളെ റോഡുകളിൽ വണ്ടികളുടെ എണ്ണം